ഇന്നത്തെ വിഷയം കോളേജുകളിലെ റാഗിങ്ങാണ്. ഇപ്പോൾ പത്രവാർത്തയുണ്ട്, ഇന്നലെ മുതൽ മറ്റ് സോഷ്യൽ മീഡിയയിലും വാർത്തയുണ്ട്. കാര്യവട്ടം കോളേജിൽ റാഗിങ് നടന്നിരിക്കുന്നു. ന്യൂസിൽ ആ പേരൻ്റ് വളരെ വിഷമിക്കുന്നതായിട്ട്, കുട്ടിയെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ ഹർട്ട് ചെയ്തിരിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനുള്ള ചാൻസ് എങ്ങനെ? എവിടെയാണ് ഇതിൽ അശ്രദ്ധ പറ്റുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ റാഗിങ്ങിലേക്ക് നീങ്ങുന്നു? അപ്പോൾ എൻ്റെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു അനുഭവത്തിൽ നമ്മൾ ഹെഡായിട്ട് ചാർജ് എടുക്കുമ്പോൾ തന്നെ ക്യാമ്പസിനകത്ത് നമുക്ക് ഒരു വൻ ജനക്കൂട്ടമുണ്ട്, വിദ്യാർത്ഥികളുടെ തന്നെ ഒരു വൻ ജനക്കൂട്ടമുണ്ടെന്നും അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും അവരെ വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം എന്നും നമ്മുടെ മുൻപിൽ ഒരു ജനക്കൂട്ടം, നമ്മുടെ ക്യാമ്പസിനകത്ത്, നമ്മുടെ മതിൽക്കെട്ടുകൾക്കകത്ത് നമുക്കൊരു ജനക്കൂട്ടമുണ്ട് എന്നുള്ള കാര്യം പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല ശ്രദ്ധ വേണം. കാരണം അവിടെ ഒരു ലാ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പഠിത്തമുണ്ട്, പഠന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒഫീഷ്യൽ കാര്യങ്ങളും അൺഒഫീഷ്യലും ഹെഡ് ഓഫീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിൽ നിന്നുള്ള ബന്ധപ്പെടേണ്ട കാര്യങ്ങളും എല്ലാം പ്രിൻസിപ്പാളിന് വളരെ ചുമതലയുള്ള ഡ്യൂട്ടി തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ നമ്മൾ ചാർജ് എടുക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ലാ ആൻഡ് ഓർഡർ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള പ്രധാന വിഷയമായി എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ കസേരയിൽ മാത്രം ഇരുന്നു നമ്മുടെ ജോലികൾ ചെയ്തു, ഒഫീഷ്യൽ വർക്ക് ധാരാളമുണ്ട്, ഫയൽ വർക്കുകൾ ധാരാളമുണ്ട്, നമുക്ക് എങ്ങോട്ടും തിരിയാനും അനങ്ങാനും നേരം കിട്ടാത്ത വിധം നമുക്ക് ജോലികളും ഇഷ്യൂസും ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ അത് മാത്രം നോക്കി ആ കസേരയിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ആ കസേരയുടെ ഔദ്യോഗിക പദവിയിലോ അതിൻ്റെ മാസ്മരികതയിലോ അതിൻ്റെ ആകർഷണീയതയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ നമ്മൾ ആ കസേരയിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ ക്യാമ്പസിനകത്ത് ലാ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ആദ്യം തന്നെ നമ്മുടെ അധ്യാപകരെ, അനധ്യാപകരെ, മറ്റ് ജീവനക്കാരെ, താൽക്കാലിക ജീവനക്കാരെ എല്ലാവരെയും ചട്ടം കെട്ടി ഇവരെല്ലാ പേരും തന്നെ ക്യാമ്പസിൻ്റെ പല കോണുകളിലായിട്ടുണ്ടാകും, ഇൻക്ലൂഡിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതാത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അവരുടെ സ്റ്റാഫുകളും ഉണ്ടാകും. ഗ്രൗണ്ടിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. അതുപോലെ മറ്റ് ക്യാമ്പസിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഔട്ട്ഡോറിൽ നമ്മുടെ താൽക്കാലിക ജീവനക്കാരെ ഏതെങ്കിലുമൊക്കെ ഡ്യൂട്ടികളിൽ സ്വീപ്പേഴ്സായിട്ടോ ഒക്കെ ഉണ്ടാകും. അതായത് ക്യാമ്പസിനകത്ത് ഒരു വാച്ച് ആൻഡ് വാർഡ് എപ്പോഴും നമുക്കവിടെ ലഭ്യമാണ്. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഈ കുട്ടികൾ ഒന്ന് അനങ്ങിയാൽ, അവരൊന്ന് ഓടിക്കൂടിയാൽ എപ്പോഴാണ്, കാരണം അവരത്രയും സ്ട്രെങ്ത് ഉണ്ട് ക്യാമ്പസിനകത്ത്, അവരുടെ പ്രായം അതാണ്. ചെറിയ നിസാര വിഷയം മതി അവർ ഒരുമിച്ച് കൂടും. കാരണം ഒന്നും വേണ്ട, ഒരുമിച്ച് കൂടിയത് ചിലപ്പോൾ കളിക്കാനും ആയിരിക്കും, കാരണം അറിയാതെ ഓടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കും, അടിയാവും, അടിനാശമാകും. അതിനൊന്നും അവർക്ക് കാരണം വേണ്ട. അപ്പം നമ്മളെന്ത് വേണം? പ്രിൻസിപ്പാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കണം. അവർ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, കോറിഡോറിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും ഉള്ള ഓരോ ഇഷ്യൂസും അതാത് HODമാരും അതാത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫും ചുമതല വേണം. അവരത് അറിഞ്ഞിരിക്കണം, അവർക്കതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കണം, അവരതിൽ ഇടപെടണം. അതുപോലെ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ജനറലി ചാർജ് കൊടുക്കുന്ന അധ്യാപകരുണ്ട്, ഡിസിപ്ലിൻ ചാർജുണ്ട്,
ആൻറ്റി റാഗിങ് സെല്ലുണ്ട്, അതുപോലെ മറ്റ് ക്ലബ്ബുകളുണ്ട്, ആക്ടിവിറ്റീസുണ്ട്. അവരും അവരുടെ പരിധിയിലുള്ള കുട്ടികൾ ഏത് സ്വഭാവക്കാരാണെന്ന്, എന്തൊക്കെയാണെന്ന് അവരുടെ രീതികളും അവർക്കും വ്യക്തമായ ധാരണ വേണം, അറിവ് വേണം ഓരോ കുട്ടിയെ പറ്റിയും. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഓരോ മുക്കും മൂലയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർക്ക് ചാർജ് ഉണ്ടായിരിക്കണം. അവരവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ രാവിലെ വെയിലിന് മുമ്പുള്ള ട്രെയിനിങ് കഴിഞ്ഞ് ഈവനിങ്ങിലും ട്രെയിനിങ് കഴിഞ്ഞ് ബാക്കി സമയം അവിടെ നോക്കാൻ ആളില്ലാതാകരുത്. ഒരു ടെമ്പററി സ്റ്റാഫെങ്കിലും ഗ്രൗണ്ടും വീക്ഷിക്കാൻ വേണം. അതായത് പ്രിൻസിപ്പാളിന് എപ്പോഴും എവിടെ നിന്നും കുട്ടികൾ ഓടിക്കൂടുന്നതോ അല്ലെങ്കിൽ അടി കൂടുന്നതോ ഒരനക്കം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പ്രിൻസിപ്പാളിനെ അറിയിക്കാൻ ഒരു സംവിധാനം പ്രിൻസിപ്പാൾ കൃത്യമായിട്ട് കയ്യിൽ വെച്ചിരിക്കണം. ഏതൊരു സ്റ്റാഫും പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് എനിക്ക് എവിടെ എന്ത് നടന്നാലും എന്നെ അറിയിക്കണം. അതുപോലെ സ്റ്റാഫുകളും ആരെങ്കിലുമൊക്കെ ഗ്രൗണ്ടിലും പുറത്തും റോന്തി ചുറ്റുകയും വേണം. പിന്നുള്ളത് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസ് ചുമതലകൾ, ഫയലുകൾ, വർക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, മേലാഫീസിൽ നിന്നുള്ള അറിവുകൾ ഒക്കെ പുറമേ അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അതിലൊന്നും വീഴ്ച വരുത്താൻ പറ്റില്ല. പക്ഷേ പ്രിൻസിപ്പാൾ കൃത്യമായി ക്യാമ്പസിൽ ചുറ്റി നടക്കണം, ക്യാമ്പസ് നടന്ന് നോക്കണം. ക്യാമ്പസിലെ സൗകര്യങ്ങൾ, പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രിൻസിപ്പാൾ എത്തുമെന്ന് അവരറിയരുത്. അവർക്കൊരു ധാരണ വേണം. ഇന്ന് പ്രിൻസിപ്പാൾ എവിടെയാണോ വരുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണോ, അപ്പോൾ അവർ അതേപ്പറ്റി കെയർഫുള്ളായിരിക്കും. പ്രിൻസിപ്പാളിൻ്റെ ഒരു ഒരു ചുറ്റി നടന്നുള്ള ഒരു വീക്ഷണ കണ്ണ് എപ്പോഴും ക്യാമ്പസിലുണ്ടായിരിക്കണം. ഒരു നേരം ഗ്രൗണ്ടിലൂടെ ഇറങ്ങി അങ്ങറ്റം ഇങ്ങറ്റം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്റ്റാഫ് നടക്കാൻ വയ്യെങ്കിൽ സ്റ്റാഫിൻ്റെ ഒരു വണ്ടിയിലോ എങ്ങനെങ്കിലും പ്രിൻസിപ്പാൾ അതിന് തയ്യാറെടുക്കണം. കൃത്യമായി ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി മനസ്സിലാക്കണം. അതിൻ്റെ നേരിട്ട് ചെന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. ലൈബ്രറിയിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കുമ്പോൾ ആരൊക്കെ ഇന്ന് ലീവുണ്ട്, ആ ക്ലാസ് റൂംസ് എന്ത് ചെയ്തിരിക്കുന്നു, ആ ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ആരെങ്കിലും എൻഗേജ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ കുട്ടികൾ ഫ്രീ ആയിട്ട് ക്യാമ്പസിനകത്ത് ചുറ്റി നടക്കുന്നുണ്ടാകും. ഈ ഫ്രീ ആയി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ അവർ ഒപ്പിച്ചിരിക്കും. എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങളോ എന്തെങ്കിലും അതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയെ അവർ നോക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ കാണും. അതൊക്കെ അവർ ഈ ലെഷർ ടൈമിൽ അവരത് അപ്ലൈ ചെയ്യും. അപ്പോൾ പരമാവധി ക്ലാസ്സുകൾ ഫ്രീ ആകാതെ നോക്കുക. അഥവാ ഫ്രീ ആയി പോയാൽ പ്രിൻസിപ്പാൾ ചുറ്റും നോക്കുമ്പം കാണാം ക്യാമ്പസിനകത്ത് ബഹളമോ സംസാരമോ കുട്ടികൾ ചെറിയ നടക്കുന്ന കാണുമ്പോൾ ഇറങ്ങി ചെന്ന് ലൈബ്രറി പോകാനോ, അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ അവരുടെ ക്ലബ്ബ് ആക്ടിവിറ്റീസോ. ഇതിനാണ് ക്ലബ്ബ് ആക്ടിവിറ്റീസും അതുപോലെ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. NCC ഉണ്ട്, NSS ഉണ്ട്. ഇതിലേതിലെങ്കിലും ഒന്നും പറ്റിയില്ലെങ്കിൽ ലൈബ്രറിയിലെങ്കിലും അവരെ കുറച്ചൊന്ന് പ്രിൻസിപ്പാളൊന്ന് മെനക്കെട്ടാൽ, പ്രിൻസിപ്പാളും ആരെങ്കിലും 1-2 സ്റ്റാഫ് സപ്പോർട്ടിങ് സ്റ്റാഫും കൂടി ഒന്ന് മെനക്കെട്ടാൽ ക്യാമ്പസിന് അച്ചടക്കം വരും. ഇതില്ലാതെ കളഞ്ഞിരിക്കുന്ന ക്യാമ്പസാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ എനിക്ക് തോന്നുന്നു ഹോസ്റ്റലില്ല. ഇനി ഹോസ്റ്റൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രശ്നമില്ല. പക്ഷേ ക്യാമ്പസ് വിശാലമാണ്. പ്രിൻസിപ്പാളിൻ്റെ കണ്ണ് എല്ലായിടവും എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫിനെ പടലപ്പിണക്കങ്ങളൊന്നും കൂടാതെ പരമാവധി അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അതിന് പ്രിൻസിപ്പാൾ നല്ല നയഗുണമുള്ള, നല്ല നയചാതുര്യമുള്ള, നല്ല വാക്സാമർഥ്യമുള്ള, ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അഭിനയിച്ചെങ്കിലും നിന്ന് കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയെടുക്കുന്ന ഒരു ലീഡറായിട്ട് പ്രിൻസിപ്പാൾമാർ അവതരിക്കണം. അവർ മാറണം. അല്ലാതെ പ്രിൻസിപ്പാളാണ് എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യാറായി അപ്പോഴാണ് എനിക്ക് പ്രിൻസിപ്പൽ പോസ്റ്റ് കിട്ടിയത് എന്നും പറഞ്ഞ് നമ്മൾ ആ കസേരയിൽ തന്നെ ഇരുന്ന് സമയം കഴിച്ചു കൂട്ടിയാൽ
പ്രശ്നങ്ങൾ ഗുരുതരമാകും. കുട്ടികൾ തമ്മിലടിച്ച് ഇതുപോലെ ഒന്നിനെ ഉപദ്രവിച്ച് പ്രശ്നങ്ങളായി മാറും. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് രാഷ്ട്രീയ സംഘടനകൾ. അത് പലതരത്തിലും ഉണ്ടാകും. അതിനൊന്നും നമുക്ക് നിർത്തൽ ചെയ്യാനോ ഇടപെടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റഡ് ഫാക്ടറാണ്. ഈ രാഷ്ട്രീയക്കാരെ എല്ലാ പേരെയും തന്നെ പ്രിൻസിപ്പാൾ പ്രത്യേകവും ഒന്നിച്ചും കൂടെ വിളിച്ച് അവരോട് ക്യാമ്പസിലുണ്ടായിരിക്കേണ്ടതായ ഡിസിപ്ലിനും മര്യാദകളും എന്താണ് നമ്മൾ ലക്ഷ്യമെന്നും നമ്മളിവിടെ കുട്ടികളെ വളർത്തിയെടുക്കുകയാണെന്നും ഒക്കെ ഉള്ള ഒരു ഉപദേശവും ഒരു നിർദ്ദേശവും ഒരു ഓർമ്മപ്പെടുത്തലും അവർക്ക് എപ്പോഴും കൊടുക്കണം. അടികലസലുണ്ടാകരുത്. നല്ല കാര്യങ്ങളും നല്ല റെക്കമെൻഡേഷനുമായിട്ട് നിങ്ങൾ മുൻപോട്ട് വരൂ. നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ ക്യാമ്പസ് നന്നാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിന് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളും ഒത്തു നിൽക്കണമെന്നുള്ള ഒരാഹ്വാനവും അവർക്ക് കൊടുത്ത് സംഘടനകളെയും അതിൻ്റെ ഭാരവാഹികളെയും ശരിക്കും ശ്രദ്ധിച്ച് അവരെ അനുനയിപ്പിച്ച് നമ്മുടെ പിടിവിട്ട് പോകാത്ത വിധം അവരെ ഒപ്പം കൂട്ടി കൊണ്ടു നടക്കണം. അല്ലാതെ എനിക്ക് ചായവുള്ള പാർട്ടിയുടെ ആളുകളാണ്, അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരി, അല്ലെങ്കിൽ കണ്ണും അടച്ചങ്ങിരുന്നാൽ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാകും. പിന്നുള്ളത് കാര്യവട്ടം ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു CCTV ക്യാമറ അവൈലബിളാണ്. ഫുൾ CCTV ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഉണ്ടെങ്കിലും CCTV ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ മേശപ്പുറത്ത് CCTVയുടെ മോണിറ്ററിൽ എപ്പോഴും ലൈവായിരിക്കണം. പ്രിൻസിപ്പാൾ അത് കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യണം. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് നോക്കുമ്പോൾ അറിയാം. ക്ലാസ് ഫ്രീ ഉണ്ടോ, കുട്ടികൾ കറങ്ങി നടക്കുന്നുണ്ടോ, അപ്പോഴേ നടന്ന് ഓടി അവിടെ എത്തുക. അവരെ ഏതെങ്കിലും ലൈബ്രറിയിലോ റീഡിങ്ങിലോ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ അവരുടെ അധ്യാപകരെ ചുമതലപ്പെടുത്തി വിടുക. പരമാവധി അവരെ ആക്ടിവിറ്റി ഓറിയൻറ്റഡായിട്ട് നിർത്തിയിരുന്നാൽ ഫ്രീ ടൈം കിട്ടില്ല. അപ്പോൾ അക്രമവാസനയും കുറഞ്ഞിരിക്കും. പിന്നെ യൂണിയൻ റൂം പ്രിൻസിപ്പാളിൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത്, പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ ഒരു യൂണിയൻ റൂം കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമുക്ക് അബാൻഡൻ ചെയ്ത ഒരു കെട്ടിടത്തിലോ പണ്ട് ഉപയോഗിച്ചിരുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിലോ കൊണ്ടുപോയി യൂണിയൻ റൂം കൊടുക്കാതെ, യൂണിയൻ റൂം എന്ന് പറയുന്നത് പ്രിൻസിപ്പാളിൻ്റെ കണ്ണെത്തുന്നിടത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കിയാൽ കാണാൻ പാകത്തിന് വെട്ടാവെളിയത്ത് ഒരു റൂം അവർക്ക് അലോട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ ആക്ടിവിറ്റീസ്, അവർ ഇറങ്ങി ഓടുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പിടിച്ചുകൊണ്ട് പോയാലോ ഇറങ്ങിയാലോ ഒക്കെ നമുക്ക് CCTVയിൽ കാണാം. അത് പലപ്പോഴും അവർ സമ്മതിക്കില്ല. യൂണിയൻ റൂം CCTVയിലാക്കാൻ അവർ സമ്മതിക്കില്ല. എന്നാലും യൂണിയൻ റൂമിന് CCTV ഇല്ലെങ്കിലും നമുക്ക് ക്യാമ്പസിൻ്റെ പൾസിൽ നിന്ന് കുട്ടികൾ ചെതറി ഓടും, അല്ലെങ്കിൽ കുട്ടികളെല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കാനോടും ഈ അടികലസൽ നടക്കുമ്പോൾ ഈ രീതിയിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പ്രിൻസിപ്പാളും സ്റ്റാഫും നല്ല ഹാർമണിയിൽ നിന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്ത് പ്രിൻസിപ്പാൾ അത് യുക്തിഭദ്രമായി സാഹചര്യത്തിനനുസരിച്ച് തരംതിരിച്ച് സ്വന്തം തീരുമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി തീരുമാനങ്ങളെടുത്താൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ക്യാമ്പസുകളിൽ വരേണ്ടതില്ല. ഇനിയുള്ളത് കോളേജ് ടൈം 9 തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ കൃത്യം 9-ന് വന്ന് കൃത്യം 5-ന് പിരിഞ്ഞു പോകുന്നൊരു പ്രിൻസിപ്പളായാലും നമുക്ക് കാര്യങ്ങൾ നേരെ മാനേജ് ചെയ്തു പോകാൻ പറ്റില്ല. അതിന് പ്രിൻസിപ്പാൾ 5 മണി കഴിഞ്ഞും കുറച്ച് സമയം കൂടി കോളേജിലുണ്ടായിരിക്കണം. അഥവാ പ്രിൻസിപ്പാളിൻ്റേതായ സ്വകാര്യമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഇടയ്ക്കൊന്ന് ഓടി തിരിച്ചു വരണം. പ്രിൻസിപ്പാൾ അടുത്തെവിടെയെങ്കിലും തന്നെ താമസിച്ച് ഒന്ന് ഓടി വന്ന് ക്യാമ്പസിനകത്തൊന്ന് കയറി ഇറങ്ങി കറങ്ങി നോക്കി തിരിച്ചു പോകണം.
ഇങ്ങനെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് പ്രിൻസിപ്പാൾ വരും എന്നൊരു പ്രിക്കോഷൻ അവർക്ക് കാണും. അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ഈ കുട്ടികൾ, യൂണിയനിലുള്ള കുട്ടികളോ അല്ലാത്തവരോ ഒക്കെ അതിനകത്ത് തമ്പടിക്കും. അവരവിടെ മറ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. ഇതെല്ലാം എല്ലാ ക്യാമ്പസിലും ഉള്ളതാണ്. എന്നിട്ട് അവർ ഗ്ലാസും മറ്റ് ജനൽ ചില്ലുകളും പൈപ്പും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടാകും. അതിന് പൂർവ്വ വിദ്യാർത്ഥികളോ ആരെങ്കിലുമൊക്കെ, എല്ലാവരെയൊന്നും ഞാൻ പിടിച്ചിടുന്നില്ല, കുറച്ച് പേര് കോളേജിൽ തങ്ങും. അത് പലതരത്തിലാണ്. ചിലപ്പോൾ യൂണിയൻകാരായിരിക്കാം, ചിലപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ എക്സ്റ്റേണൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയായിരിക്കാം. എന്തായാലും 5 മണിക്ക് ശേഷവും വൈകിട്ടും കോളേജിൽ കുറച്ച് കുട്ടികളും ആളുകളും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നൈറ്റ് വാച്ച്മാൻ ഉണ്ടെങ്കിൽ വാച്ച്മാൻ ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല. വാച്ച്മാൻ ഒറ്റയ്ക്കാണ്. വാച്ച്മാന് അതിനുള്ള ധൈര്യം വാച്ച്മാൻ എടുക്കുകയില്ല. കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റൂ. അദ്ദേഹത്തിന് അതിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ഓഫീസ് ടൈമിന് പുറമെ അത് രാവിലെ വന്ന് നോക്കി തിരിച്ചു പോകാം. വൈകിട്ട് 5 മണിക്ക് ശേഷവും അവിടെ ക്യാമ്പസിലിരുന്ന്, അപ്പം അവർക്കൊരു ഓർമ്മ കാണും, പ്രിൻസിപ്പാൾ അവിടെ ഇരിപ്പുണ്ട്, നോക്കും. പ്രിൻസിപ്പാൾ ഇരുന്നാൽ പോരാ, ഒരു തെറ്റ് കണ്ടാൽ അതിനൊരു കാര്യമായൊരു ആക്ഷൻ എടുക്കാൻ ധൈര്യം വേണം. തെറ്റെന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ അറിയണം, വിലക്കാൻ പറ്റണം, ഓടി അവരുടെ അടുത്ത് എത്താൻ പറ്റണം. അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുകയും വേണം. അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്കൊപ്പം നിന്ന് നേടിയെടുത്ത് കൊടുക്കുകയും വേണം. വെറുതെ നമ്മൾ വിലക്കും കൊണ്ട് നിന്നാൽ അവർ നമ്മളെ മാനിക്കില്ല. അവരുടെ ആവശ്യങ്ങൾക്ക്, ജെന്യുവിനായ ആവശ്യങ്ങൾക്ക് അവരെ കൊണ്ട് ആവശ്യങ്ങൾ മുൻപോട്ട് വെപ്പിച്ച് എന്താണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം നിന്നത് നേടിക്കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളിൽ വിജിലൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാമ്പസിനകത്ത് വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയിടാൻ പറ്റും. ഈ ശ്രദ്ധക്കുറവ്, പലതരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസും ക്യാമ്പസിനകത്ത് കടന്നുകൂടുന്നു എന്നാണ് എൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്.